സഹോദരന്റെ വിവാഹാലോചനകൾ ക്ഷണിച്ചുകൊണ്ടാണ് രേഖ മാരേജ് ബ്യൂറോ നടത്തിപ്പുകാരെ സമീപിച്ചത്. വാട്സാപ്പിൽ സന്ദേശം അയച്ചു. വൈകാതെ മറുപടി ലഭിച്ചു തുടങ്ങി. പയ്യന്റെ വിവരങ്ങൾ ആരാഞ്ഞതിന് പിന്നാലെ 3 പെൺകുട്ടികളുടെ ചിത്രങ്ങൾ വാട്സാപ്പിൽ കിട്ടി. അതിൽ ആദ്യത്തെ ഫോട്ടോ കണ്ടപാടെ ഞെട്ടി. എനിക്ക് ആദ്യം ഒരു ഞെട്ടൽ തോന്നിയായിരുന്നു. എന്റെ ഫോട്ടോ തന്നെ എനിക്ക് കിട്ടിയപ്പം ബ്രദറിന് ഒരു മാരേജ് എൻക്വയറിക്ക് വന്നപ്പോൾ ഫസ്റ്റ് വന്നത് എന്റെ ഫോട്ടോയാണ്. പിന്നെ അതിനുശേഷം 2 ഫോട്ടോയും കൂടെ വന്നു. ഞാനൊരു 10 മിനിറ്റ് സ്ട്രക്കായി പോയി. എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് ബുദ്ധിപൂർവ്വം തന്നെ നീങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ബ്രദറിന് ആ ഫസ്റ്റ് വന്ന കുട്ടീനെ ഇഷ്ടമായി, നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് തരൂ എന്ന് പറഞ്ഞു. തട്ടിപ്പ് തിരിച്ചറിഞ്ഞതായി ഭാവിക്കാതെ ആശയവിനിമയം തുടർന്നു. പെൺകുട്ടികളുടെ കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ 1500 രൂപ അയക്കണമെന്നായി. പണം നഷ്ടപ്പെടുമെന്ന് വന്നതോടെ രേഖ പോലീസിനെ സമീപിക്കുകയായിരുന്നു. സമാന്തരമായി നമ്പറിന്റെ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമവും തുടങ്ങി. പല വഴിക്കായി അന്വേഷണം. ഞങ്ങൾ ഇതിന്റെ പിന്നാലെ പോയി ഈ നമ്പർ ഏതൊക്കെ ഗ്രൂപ്പുകളിലുണ്ടെന്ന് നോക്കി. അങ്ങനെ അടൂരൊരു നന്മ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പൊ നന്മ ഗ്രൂപ്പിന്റെ അഡ്മിനെ വിളിച്ചിട്ട് ഇവരെ കണക്ട് ചെയ്ത് കിട്ടി. അങ്ങനെ പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഒരു സ്കൂളിന്റെ ബാക്ക് വശത്തായിട്ട് താമസിക്കുമായിരുന്നു. വിവരം പോലീസിന് കൈമാറി. പിന്നെ വൈകിയില്ല.